തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ പണിമുടക്ക് അവസാനിപ്പിച്ചു. ജീവനക്കാർ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചു. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഇടപെടലിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. നീണ്ട 16 മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ സമരം അവസാനിപ്പിച്ചത്. ശമ്പള വർധന ഉൾപ്പെടെ ജീവനക്കാർ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും റീജിയണൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചു. തൊഴിലാളി സംഘടനാ നേതാക്കളും എയർ ഇന്ത്യ സാറ്റ് അധികൃതരും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഇടപെടലിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ജീവനക്കാരുടെ ബോണസ് 1000 രൂപ വർദ്ധിപ്പിച്ച് 18,000 രൂപയാക്കി. തൊഴിലാളികളുടെ ശമ്പളം 2100 രൂപ വർദ്ധിപ്പിച്ചു. പുഷ്ബാക്ക് ജീവനക്കാരുടെ ശമ്പള വർധനവിലും അനുകൂല തീരുമാനമുണ്ടായി. ഹൈലി സ്കിൽഡായ ഒരു വിഭാഗത്തിൻ്റെ വേതന കാര്യത്തിൽ ചർച്ചയ്ക്ക് മാനേജ്മെൻറ്റ് തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു പ്രശ്നം. റീജിയണൽ ലേബർ കമ്മീഷണർ തയ്യാറാക്കിയ മിനിറ്റിൽ യൂണിയനുകളും മാനേജ്മെൻറ്റും ലേബർ കമ്മീഷണർ ഒപ്പിട്ടു. അത്തരത്തിൽ സമരം നമ്മൾ അവിടെ വച്ച് പിൻവലിച്ചതായി അവരെ അറിയിക്കുകയും ഇവിടെ ഇപ്പം പബ്ലിക്കായി നമ്മളത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. സമരം അവസാനിപ്പിച്ച ജീവനക്കാർ അടുത്ത ഷിഫ്റ്റുകളിൽ തന്നെ ജോലിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ വിമാനത്താവളത്തിലെ കാർഗോ വിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധാരണ നിലയിലാണ്. ജീവനക്കാരുടെ അപ്രതീക്ഷിത സമരം സർവീസുകളും കാർഗോ നീക്കവും താളം തെറ്റിച്ചു. വിമാനത്തിൽ നിന്ന് വേഗത്തിൽ പുറത്തിറങ്ങാനാകാതെയും ലഗേജ് ലഭിക്കാതെയും കുട്ടികളും ഗർഭിണികളും അടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. 24 തിരുവനന്തപുരം.